നമ്മുടെ ഈ പ്രസ് ക്ലബ് റോഡില്ലേ, അവിടെ നമ്മൾ വൺ വേ ആണ് പോകാൻ പാടില്ല. അതെ. അപ്പോഴത്തെ ഞാൻ കാറിലായി കുറേ നാൾ കഴിഞ്ഞ ശേഷമാണ്. ബൈക്കൊക്കെ കഴിഞ്ഞ് കാറായി. അപ്പോൾ ഒരു ആൾക്കാർക്കൊക്കെ അറിയാം ആ ഹുങ്ക് ഉണ്ടാവുമല്ലോ, തിരിച്ചറിയുമ്പോൾ ഒരു അതെ അതെ, അങ്ങനെ ഹുങ്ക് എന്ന് തന്നെ വേണം പറയാൻ. ഇത് പെട്ടെന്ന് ഫെയിം ആവുമ്പോൾ ഒരു അറിയപ്പെടുന്നവർക്കുള്ള ഒരു അസുഖമാണ്, അതൊരു ഒരു ഫോബിയ. ഈ സൈക്കാട്രിസ്റ്റുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇനി അത് കുറച്ച് കഴിയുമ്പോൾ മാറുകയും ചെയ്യും. ചിലർക്ക് മാറില്ല. ഈ ചില കല്യാണ വീട്ടിലൊക്കെ ചെന്നാലേ ചിലപ്പോൾ കാണാൻ ഒരു ചെറുപ്പക്കാരൻ മാറി ഇങ്ങനെയൊക്കെ കാണാം, അധികം ഭവ്യത, ഓവർ ഭവ്യത കാണിച്ചിട്ട് നമസ്കാരം. അപ്പം നമ്മൾ അതാരാണ്, ആ പുള്ളി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതാണ്. ഒരു സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ കസേരയിൽ ഇങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ കാണാം. അപ്പോൾ എന്താണ്, അത് പുള്ളി ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നുണ്ട്, ഡയറക്ഷനൊക്കെ കിട്ടിയിട്ടെന്ന് കേട്ടത് ആ പുള്ളിയാണ് ഇരിക്കുന്നത്. അയ്യോടാ, ഈ വലിയ വലിയ മമ്മൂട്ടിനെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, അപ്പോൾ എനിക്കത് വലിയ ആൾക്കാരായതുകൊണ്ട് അവരെ അനുകൂലിച്ച് പറയണം, അങ്ങനെയല്ല. ആൾക്കാർ തലയിൽ കയറി ഇരുന്നുള്ളേ, അയ്യോ ഭയങ്കര നമ്മളൊന്നും അവരുടെ മുമ്പിൽ ഒന്നുമല്ലല്ലോ. ഗൾഫ് പരിപാടിക്ക് പോകുമ്പോൾ മനോജന് അറിയാമല്ലോ, ഓടി വന്ന് തോളത്ത് നിന്ന് കൈ കെട്ടി ഇങ്ങനെ കെട്ടി പിടിച്ചൊക്കെ പോകാം. നമ്മൾ വേണ്ടാന്നൊന്നും പറയൂല, തോളത്ത് കൈ വെക്കല്ലേ ഒന്നും പറയൂല. പക്ഷേ മമ്മൂക്കാരെ പോലുള്ള ആൾക്കാർ പറയണം, അവർക്ക് പറയുകയും ചെയ്യാം, നമുക്ക് പറയാം. ഞാൻ അല്ല, ഉപദ്രവിക്കുന്നവരുണ്ട് ഭയങ്കര. അതായത് വലിയ വലിയ താരങ്ങളെ പുറകിൽ നിന്ന് ആള് ഇരിക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ പിച്ചുക, കുത്തുക. അപ്പൊ ഇവര് കരുകൂട്ടി ആ ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, ജാടയിൽ. അത് വേണം. ഇപ്പൊ ഈ ബ്ലാക്ക് കാറ്റ്സിനെ കൊടുക്കാൻ കാരണം എന്താണ്, ഈ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനും. അതാണ്. അപ്പൊ അങ്ങനെ ആൾക്കാരാണ് ചീത്താക്കുന്നത് നമ്മളെയൊക്കെ. ഞാൻ പണ്ട് പറയും, അമ്പല പരിപാടിക്കൊക്കെ പോകുമ്പോഴേ ഈ കമ്മിറ്റി ഓഫീസിൽ പോയി ഞാൻ കൂടുതലുള്ള മിക്കറിക്കാൻ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മര്യാദക്കൊക്കെ ഇരിക്കും. എപ്പോഴാ പരിപാടി ശരിയാക്കി ഇരിക്കുക. അപ്പോൾ കാണാൻ ജനങ്ങൾക്ക് 5-6 പേര് വന്ന് നോക്കണം. ഉടനെ ഹലോ അവർ ചൂണ്ടിക്കാണിക്കലൊക്കെ കാണുമ്പോൾ ഉടനെ നമുക്കൊരു വെയിറ്റ് ആണ്, ചാട് മൈൻഡ് ചെയ്തില്ല, ആരും മൈൻഡ് ചെയ്യില്ല. ഇങ്ങോട്ട് മൈൻഡ് ചെയ്തില്ലേ, മോനെ ഒരു ഗ്ലാസ് വെള്ളം തരുമോ, അങ്ങനെ ചോദിക്കും. അതെ, മോനെ എവിടെ പഠിക്കണ എന്നൊക്കെ ചോദിക്കും. ഇത് ഇങ്ങോട്ട് മൈൻഡ് ചെയ്യുമ്പോൾ ഒരു ചാട് അറിയാണ്ടൊരു ശരിക്കും അതാണ് ഒരു ഫോബിയ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് സംഭവിച്ചത് എനിക്ക്. ഈ പ്രസ് ക്ലബ് റോഡിൽ കാറിൽ റോങ് സൈഡ് കയറിപ്പോയി. ഉടനെ പോലീസുകാർ വന്ന് കൈ കാണിച്ച്. അപ്പോൾ പുള്ളി എൻ്റെ മുഖത്തേക്കിങ്ങനെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, അത് എനിക്കറിയില്ലായിരുന്നു, ഞാൻ കോഴിക്കോടുള്ള ഇത് വൺമാൻ എനിക്കറിയില്ലായിരുന്നു, തെറ്റിപ്പോയാ, സോറി കേട്ടാ. ഉടനെ പുള്ളി, അനുസാറേ മിമിക്രി ഞങ്ങളടുത്ത് വേണ്ട, പോയിക്കോ, ഇനി മേലെ അങ്ങനെ പോരുതട്ടോ, മിമിക്രി ഇവിടെ പെർഫോം ചെയ്യില്ലേ. അപ്പം അങ്ങനെയൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ ഇത്രയൊക്കെ സുഹൃത്തായിട്ടും ഒക്കെ നടന്നു, എന്തുകൊണ്ട് മമ്മൂക്കയെ വെച്ച് സിനിമ ചെയ്തില്ല? അതൊരു ചോദ്യമാണ്. ഈ മമ്മൂട്ടി അഭിനയിക്കുന്നതെന്ന് വെച്ചാൽ പുള്ളി ഒന്നുമില്ലെങ്കിൽ ഭയങ്കര വലിയ ആളുകളുടെ സിനിമയിൽ അഭിനയിക്കുള്ളൂ, അതല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ സിനിമയിൽ അഭിനയിക്കുള്ളൂ. ഇത് രണ്ടും എനിക്കില്ല. ഇതിനിടയിലായോ? ഞാൻ പുള്ളിയായിട്ട് ഭയങ്കര പരിചയമുള്ള ആളല്ലേ, ഞാൻ ഭയങ്കര വലിയ ആളൊന്നും ആയിട്ടില്ലല്ലോ. ഓക്കെ, അതാണോ? അതുകൊണ്ടാണ്. അവൻ എൻ്റെ കൂടെ അണ്ടകുളത്തിൽ കുളിച്ച് നടന്നിരുന്നില്ല, സാറിനായിരിക്കും. ഞാൻ ഒട്ടും അങ്ങോട്ട് എന്ന് നിർബന്ധിച്ച് ചോദിക്കും. പിന്നെ എനിക്ക് അഭിനയിക്കാൻ വേഷം വാങ്ങിച്ചു തന്നിട്ട് കേട്ടോ, ഇതിൽ ഇനിയും ഒരു ഈ ശബ്ദം എന്നത്തെ ശബ്ദം അതിനു മുമ്പ് മറക്കില്ലൊരിക്കലും ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ ചാൻസ് വെച്ചിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ടോ മമ്മൂക്കാനെ വെച്ചൊരു സിനിമ ചെയ്യണോ? അത് പിന്നെ ഒരു സിനിമ സംവിധാനം ചെയ്ത ഒരാൾക്ക് പോലും സിനിമയെ ഇഷ്ടപ്പെടുന്ന ആർക്കും ആഗ്രഹമുള്ള സാധനമല്ലേ അത്. നടക്കട്ടെ. കാരണം മെയ് വഴക്കമുള്ള ഒരാളെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിച്ച ക്യാരക്ടർ ആയി വന്ന് അദ്ദേഹത്തെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര സുഖമുള്ള കാര്യമല്ലേ. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു. ഞാൻ ഒരാളെടുത്തും അങ്ങനെ ചെന്ന് ചാൻസ് ചോദിക്കുകയോ എനിക്ക് സിനിമ വേണമെന്ന് പറയുകയോ, സിനിമ ഇങ്ങോട്ട് വരട്ടെന്ന് ചോദിക്കും, സിനിമ ഇങ്ങോട്ട് വരികയില്ല. ഇപ്പം നമ്മെ വിട്ടുപിരിഞ്ഞ സിദ്ദിഖ് സാർ ഒരുപാട് പ്രോഗ്രാമുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടാവും, സൗഹൃദ വലയം ഉണ്ടല്ലോ അല്ലേ. സിദ്ദിഖ് സാറിന് ഓർമ്മിക്കുന്നത് എന്താ ഉള്ളത്? സിദ്ദിഖ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വേദനയാണ് മനസ്സിലാദ്യം വരുന്നത്. ഇപ്പം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വിയോഗം എന്ന് പറയുന്നത്. മനുഷ്യന് സ്വതസിദ്ധമായിട്ടുള്ളൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ അപ്പൻ മരിച്ചു പോയാൽ പോലും മറക്കാനുള്ളൊരു കഴിവ് മനുഷ്യൻ്റെ മനസ്സിനുണ്ട്. അങ്ങനെ മറന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്, നമുക്ക് മറക്കാൻ പറ്റൂല പല കാര്യങ്ങൾ. ഇപ്പോൾ സിദ്ദിഖ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 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 ലക്ഷക്കണക്കിന് ഫ്രെയിംസ് മനസ്സിലൂടെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ. കാരണം ആദ്യമായിട്ട് നമ്മൾ ഒരുമിച്ച് അറിയപ്പെടുക,
ഒരുമിച്ച് കളിച്ച് കിടക്കുക, ഒരുമിച്ച് ഐറ്റംസ് ഉണ്ടാക്കുക, പ്രോഗ്രാമിന് പോവുക, സിനിമയിൽ എത്തുക, അവർ ഭയങ്കര ഫേമസ് ആകുക, സിനിമ അടക്കി വാഴുന്ന രീതിയിലാകുക, എന്നിട്ടും പഴയ സൗഹൃദം നിലനിർത്തുക. ഇപ്പം എന്നെ വിളിച്ച് ഇതിൽ കിങ് ലെയറിലൊക്കെ വിളിച്ച് അഭിനയിപ്പിച്ചില്ലേ, കിങ് ലെയർ, പിന്നെ ഫുക്രിയിലൊക്കെ. പിന്നെ നമ്മൾ ഇങ്ങനെ വേഷം വേണം അഭിനയിക്കണമെന്നും ഞങ്ങൾ ചോദിക്കുകയില്ലല്ലോ, കാരണം ഞാനും വേഷം കൊടുക്കുന്ന ആളാണ്. ഞാനും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അവർ വേറെ മേലെ എത്തി നമ്മളൊരു മിതമായ ലൈനിൽ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാത്ത അവസ്ഥയിൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവർ 450-460 ദിവസമൊക്കെയാണ് ഗോഡ് ഫാദർ ഓടിയത്. അയ്യോ, എനിക്കും സിദ്ദിഖ് സാറിനെ മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ട്രൂപ്പ് ഉണ്ടാക്കി, കൊച്ചിൻ നവോദയ എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അതേ പറഞ്ഞ് നമുക്കൊരു CD ഇറക്കാം, അങ്ങനെ കൊച്ചിൻ നവോദയെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്ത പ്രമുഖരായ ചില ഇപ്പോഴത്തെ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ എനിക്കൊരു ബൈറ്റ് പറഞ്ഞു തരുമോ, കൊച്ചിൻ നവോദയ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു തരുമോ, മിക്കവരും ഒഴിഞ്ഞു മാറിപ്പോയി. അവസാനം സിദ്ദിഖ് സാറിനെ വിളിച്ചു വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നു, എന്താ പറയണ്ടേന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അതേപോലെ അന്നും ഈ ഗോഡ് ഹിറ്റായി നിൽക്കുന്ന സമയത്താണ്, ആ തിരക്കിനിടയിലും എനിക്ക് അങ്ങനെ ഒരു ബൈറ്റ് പറഞ്ഞു. എൻ്റെ വീഡിയോ CD-യിലെ കൊച്ചിൻ നവോദയയുടെ ആദ്യത്തെ ഇൻട്രോ പറഞ്ഞിരിക്കുന്നത് സിദ്ദിഖ് സാറാണ്. അതാണ് ഞാൻ വേദിയിലിടുന്നത്, സിദ്ദിഖ് സാറിൻ്റെ ബൈറ്റ്. അതാണ് സിദ്ദിഖ്. അതായത് വളർന്നു വന്ന വഴി, സിനിമയിലെത്തിയ വഴി, ഇതൊന്നും മറക്കാത്ത ആളാണ് സിദ്ദിഖ്. ചില ആൾക്കാർ ഇതൊക്കെ സൗകര്യപൂർവ്വം മറന്നു കളയും.